സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. സുധീഷിനെ വിശദമായി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സഫ്വാൻ കാളികാവ് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി. സഫ്വാൻ, SITക്ക് മുന്നിൽ ഇനി അധികം ദിവസങ്ങളില്ല. സ്വാഭാവികമായും എ പത്മകുമാറിന്റെയും അന്നത്തെ ദേവസ്വം ബോർഡ് സമിതിയുടെയും പേര് ഈ ദേവസ്വം വിജിലൻസിന്റെയും ഒപ്പം ഹൈക്കോടതിയിലും മെൻഷൻ ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ ആ വഴിക്ക് SIT നിർബന്ധമായും നീങ്ങുന്നുണ്ടാകണം. പൂർണ്ണമായ വിവരങ്ങൾ നമ്മുടെ പക്കലില്ല എങ്കിൽ കൂടിയും. അപ്പോൾ ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്? ഈ പത്മകുമാറിനെയും മറ്റുള്ളപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ച ആളുകളിലേക്കുമുള്ള അന്വേഷണം, ഒപ്പം അവരെ മൊഴിയെടുക്കൽ അതെപ്പോഴുണ്ടാകുമെന്നാണ് കരുതുന്നത്? ഇൽസി സൈഫുദ്ദീൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 9 ഉദ്യോഗസ്ഥരെയാണ്, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ 2 പേരുടെ അറസ്റ്റ് മാത്രം കടന്നിട്ടുള്ളായിരുന്നു. ഒന്ന് മൂരാരി ബാബു, 2 സുധീഷ്. ഇതിൽ സുധീഷിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് ചോദിക്കുന്നുണ്ട് SIT. അതുമായി ബന്ധപ്പെട്ട് സുധീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ചെയ്യാനടക്കമുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ ചോദ്യം ചെയ്യലിനനുസരിച്ച് ഇവരുടെ അറസ്റ്റും ഇന്നുണ്ടായേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള 2ാമത്തെ കേസിലും ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആദ്യം ഈ ഉദ്യോഗസ്ഥരുടെയുള്ള കേസിൻ്റെ നടപടികൾക്ക് ശേഷമായിരിക്കും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും ദേവസ്വം ബോർഡ് പ്രതിനിധികളിലേക്കും അന്വേഷണം എത്തുക. ഉദ്യോഗസ്ഥരുടെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അടക്കം അന്വേഷണം എത്തും എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ അർത്ഥത്തിൽ ഉദ്യോഗസ്ഥരിലേക്ക് 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിലാണ് ഇന്നും നാളെയുമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ചെന്നൈയിലും ബംഗളൂരുവിലൊക്കെ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് പ്രതിനിധികളെയും അറസ്റ്റ് സാധ്യതകൾ അന്വേഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത്. സൈഫു ജിൽസ്.